ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു തൊടുകറിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വട്ടത്തിലരിഞ്ഞ് എടുക്കുക. പിന്നീട് അതിനായിട്ട് വേണ്ടത് തേങ്ങാക്കൊത്തും വാളൻപുളി വെള്ളവുമാണ്. അതും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള അരപ്പിനായിട്ട് നമ്മൾ ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് ചിരണ്ടി വെച്ച ആ ഒരു തേങ്ങാപ്പീര നമ്മൾ ആ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുന്നുണ്ട്. മുഴുവനായും ആ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മുളക് കറി വെക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരച്ച് മാറ്റി വെക്കാവുന്നതാണ്. ഇനി കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോഴേക്കും വട്ടത്തിൽ അരിഞ്ഞ ആ ഒരു പച്ചമുളകും നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പച്ചമുളകും തേങ്ങാക്കൊത്തും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പുളിവെള്ളം ഒഴിച്ച ശേഷം ഒന്ന് കുറച്ച് സമയം ആ ഒരു പുളിവെള്ളത്തിൽ കിടന്ന് വേകുന്നതിനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് മധുരത്തിനായിട്ട് നമ്മൾ ശർക്കര ചീവി ചേർത്ത് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ മുഴുവൻ അരപ്പും നമ്മൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് ഒന്ന് കുറുകി വരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതേ സമയം തന്നെ നമ്മൾ ആ ഒരു ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ മുളക് കറിയുടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.